കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തുവരും. കൂട്ടലും കിഴിക്കലും കണക്കുകൂട്ടലുമൊക്കെ മുന്നണികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇക്കുറി ഉണ്ടാവുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇതുവരെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കേരളത്തിൽ രണ്ട് മുന്നണികൾ മുഖാമുഖം നടന്ന പോരാട്ടങ്ങളിലാണ്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 70 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അതായത് 140 മണ്ഡലങ്ങളിൽ പകുതിയിലധികം മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും അപ്പുറം മറ്റൊരു മൂന്നാം മുന്നണി കൂടി അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDA, BJP നേതൃത്വം കൊടുക്കുന്ന NDA കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നേടിയ വോട്ടുകളുടെ ഇരട്ടിയിലധികം വോട്ടുകൾ ഇക്കുറി NDA കേരളത്തിൽ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 25 മുതൽ 28% വരെ ഇക്കുറി വോട്ട് ഷെയർ തങ്ങൾ നേടുമെന്നാണ് NDA കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് വിഹിതം NDAക്ക് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20% വോട്ട് വർദ്ധിപ്പിച്ച വോട്ട് നേടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJPയും NDA മുന്നണിയും. അതുകൊണ്ട് തന്നെ ഇക്കുറി അവർ 25% വോട്ട് കേരളത്തിൽ നേടുമെന്ന് പറയുമ്പോൾ അതിനെ അതിശയോക്തി കടന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇത്തവണ 30 സീറ്റിന് മുകളിൽ നേടുമെന്നാണ് BJPയും NDAയും വ്യക്തമാക്കുന്നത്. അതല്പം അതിരുകടന്നൊരു വാദമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്നാൽ കേരളത്തിൽ 10 സീറ്റെങ്കിലും BJP NDA സഖ്യം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കേരളത്തിൽ തിരുവനന്തപുരം അടക്കം കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 1-2 സീറ്റുകളിൽ BJPക്ക് വിജയസാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനപ്പെട്ട BJP നേതാക്കന്മാർ മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ BJPക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നേമം BJP വിജയം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ കഴക്കൂട്ടവും BJP ഏറെക്കുറെ വിജയം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ കാട്ടാക്കട BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള, BJPക്ക് 40,000-ലധികം വോട്ട് കൃത്യമായുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ BJP കുറി അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ വട്ടിയൂർക്കാവ്, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ BJP വിജയം പ്രതീക്ഷിക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങൾ BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. കൊല്ലം ജില്ലയിൽ BJPക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതുപോലെ കോട്ടയത്ത് പാലയും പൂഞ്ഞാറും PC ജോർജും ഷോൺ ജോർജും മത്സരിക്കുന്ന 2 മണ്ഡലങ്ങൾ. ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്നാണ് NDA സഖ്യം തന്നെ വ്യക്തമാക്കുന്നത്. അതുപോലെ എറണാകുളം ജില്ലയിൽ, തൃശ്ശൂരിൽ BJPക്ക് കേരളത്തിലാദ്യമായി ലോക്സഭയിൽ ഒരു MP ലഭിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണത്തിലെങ്കിലും ഇക്കുറി BJP വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കൂട്ടൽ. അതിനുള്ള എല്ലാ കൃത്യമായ പ്രവർത്തനങ്ങളും BJP നേതൃത്വം അവിടെ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ മഞ്ചേശ്വരവും കാസർഗോഡും BJPക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ. പാലക്കാട് കഴിഞ്ഞ തവണ 3,900-ലധികം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട ശ്രീധരന് പകരം ഇക്കുറി അവിടെ മത്സരിക്കാനിറങ്ങുന്നത് BJPയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. കേരളത്തിലെ വനിതാ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ BJP വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ മലമ്പുഴയിലും BJP അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ BJPക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജില്ലകളും മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ BJPക്ക് ഇക്കുറി അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നും BJPക്ക് ഏറെക്കുറെ 10 സീറ്റെങ്കിലും ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നും
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ BJP കൃത്യമായിട്ടുള്ള തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതിനകം തന്നെ BJP ഒരു പടി മുന്നിലായിട്ടുണ്ട്. മറ്റു രണ്ട് മുന്നണികളെക്കാൾ NDA സഖ്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവർ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലം തലത്തിലും അതുപോലെ തന്നെ താഴെത്തട്ടിലുമുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ RSS അവരുടെ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായി തന്നെ ഉള്ള പദ്ധതികളിലൂടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ അതിശക്തമായിട്ടുള്ളൊരു മത്സരം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. ലക്ഷ്യം വയ്ക്കുന്നത് 30 സീറ്റാണെങ്കിൽ എത്ര എണ്ണം നേടുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.